السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അറിവ് എന്നത് ചെറിയൊരു സംഗതിയല്ല. അറിവുള്ള ഒരാളും അറിവില്ലാത്ത ഒരാളും ഒരിക്കലും തുല്യമാവുകയും ഇല്ല. അത് മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം മൃഗങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ അങ്ങാടിയിൽ അലഞ്ഞു നടക്കുന്ന ഒരു തെരുവ് നായ ഒരു മുയലിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ മുറ്റത്ത് കിട്ടും. നമുക്കത് തിന്നാൻ പറ്റില്ല. പക്ഷേ ഒരു പരിശീലനം കിട്ടിയ അൽ കൽബുൽ മുഅല്ലം, വേട്ട നായ ഒരു മുയലിനെ വേട്ടയാടി കൊണ്ടുവന്ന് തന്നാൽ അതിനെ നമുക്ക് ഭക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ട് നായകൾക്കും രണ്ട് കണ്ണാണുള്ളത്. ഒരു മൂക്കാണ്, ഒരു വാലാണ്, 4 കാലാണ്. വ്യത്യാസം ഒന്നിന് പരിശീലനം കിട്ടിയിട്ടുണ്ട്, ഒന്നിന് പരിശീലനം കിട്ടിയിട്ടില്ല. ഒന്ന് അൽ കൽബുൽ മുഅല്ലമാണ്, പഠിപ്പിക്കപ്പെട്ട നായയാണ്. മറ്റേതിന് ആ ഇൽമ് കിട്ടിയിട്ടില്ല. അപ്പോൾ നായകൾക്കിടയിൽ പോലും എന്തുണ്ട്? ഇൽമുള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള മാറ്റമുണ്ട്. ഇൽമുള്ളവരെ അള്ളാഹു ഉയർത്തും. അപ്പോൾ എല്ലാ ആഴ്ചയും നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ഇതൊരു ചെറിയ സംഗതിയാണ് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഈ ഒരു ഒത്തുചേരലിൻ്റെ വിലയും മഹത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മരണം വരെ അറിവിൻ്റെ തണലിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, സൂറത്തു ശുഅറാ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് 9 ആയത്തുകൾ നമ്മൾ പൂർത്തിയാക്കി. ആണല്ലോ, 9 ആയത്തല്ലേ കംപ്ലീറ്റ് ചെയ്തത്? ഓർമ്മല്ലേ? 9 ആയത്ത് പഠിപ്പിച്ചാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങളാണ് നമുക്ക് എടുക്കാനുള്ളത്. ആദ്യം ആ ഭാഗങ്ങളൊന്ന് പാരായണം ചെയ്യാം, നിങ്ങൾ കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذْ نَادَى رَبُّكَ مُوسَىٰ أَنِ ائْتِ الْقَوْمَ الظَّالِمِينَ قَوْمَ فِرْعَوْنَ أَلَا يَتَّقُونَ قال رب إني أخاف أن يكذبون ويضيق صدري ولا ينطلق لساني فأرسل إلى هارون കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. സൂറത്തു ശുഅറാ മക്കിയായ സൂറത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങി. മക്കക്കാർ ശക്തമായ നിലക്ക് എതിർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത നിരാശയും സങ്കടവും ഉണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സമാധാനിപ്പിച്ചുകൊണ്ടുകൂടിയാണ് ഈ അധ്യായം അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഈ ദൗത്യവുമായിട്ട് ആദ്യം വന്ന ആൾ നിങ്ങളല്ല. നിങ്ങൾക്ക് മുമ്പും കുറേ നബിമാർ, റസൂലുമാർ അള്ളാഹുവിൻ്റെ ഈ ദൗത്യവുമായിട്ട് എത്തിയിട്ടുണ്ട്.
അവർക്ക് ഈ വഴികളിലൂടെ തന്നെയാണ് കടന്നുപോയത്. അവർക്കൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നബിമാരുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നബിക്ക് കൂടുതൽ ആശ്വാസവും സമാധാനവും കിട്ടും. ഞാൻ മാത്രമല്ല ഇത് അനുഭവിച്ചിട്ടുള്ളത്, എനിക്ക് മുമ്പ് വന്നവരും ഇതൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഭാഗങ്ങളിൽ 10-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു നബിമാരുടെ കഥ പറഞ്ഞു തുടങ്ങുകയാണ്. അതിലാദ്യമായിട്ട് അള്ളാഹു തുടങ്ങുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറഞ്ഞിട്ടാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിലേക്കുള്ള പ്രബോധനം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വഇദ് നാദാ റബ്ബുക മൂസ അനിതിൽ ഖൗമ അസ്സാലിമീൻ. വഇദ് നാദാ, ഇത് എന്ന് ഖുർആനിൽ വരുമ്പോൾ അതിൽ ഒരു ഭാഗം മറിഞ്ഞു കിടക്കുന്നുണ്ട്. ഓർക്കുക എന്നാണ്. ഇത്, ആ സന്ദർഭം ഓർക്കുക. ഇത് എന്ന് ഖുർആനിൽ വന്നിടത്തൊക്കെ ആ ഒരു വാക്കുണ്ടാവും അവിടെ. ഉദ്കുർ, നീ ഓർക്കുക. നാദാ റബ്ബുക, നിൻ്റെ റബ്ബ് വിളിച്ച സന്ദർഭം. നാദ യുനാദി നിദാ ഉൻ എന്നൊക്കെ പറഞ്ഞാൽ വിളിക്കുക എന്നാണ് അർത്ഥം. നിദാ എന്ന് പറയും, വിളിക്ക്. ശരിക്കും ശബ്ദത്തോടു കൂടി ഉറക്കെ വിളിക്കുന്നതിനാണ് എന്ത് പറയുക? നിദാ എന്ന് പറയുക. പതുക്കനുള്ള വിളിയാണെങ്കിൽ, സ്വകാര്യമായ സംഭാഷണമാണെങ്കിൽ അതിന് നിദാ എന്ന് പറയൂല, അതിന് മുനാജാത്ത് എന്നാണ് പറയുക. നാജ യുനാജി എന്ന് പറഞ്ഞാൽ പരസ്പരം സ്വകാര്യമായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ടുള്ള സംസാരമാണ്. ഇവിടെ ശബ്ദത്തോടു കൂടിയുള്ള സംസാരമാണ്. അപ്പോൾ ശബ്ദത്തോടു കൂടിയാണ് ആര് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കുന്നത്? അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിക്കുന്നത്. വഇദ് നാദാ റബ്ബുക, നിൻ്റെ റബ്ബ് വിളിച്ച സന്ദർഭം നീ ഓർക്കുക. ആരെ വിളിച്ചു? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചു. അനിതിൽ ഖൗമ അസ്സാലിമീൻ. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയാണ്, അനിതി, നീ ചെല്ലണം. അത്ത യത്തി എന്ന് പറഞ്ഞാൽ പോവുക, ചെല്ലുക എന്നൊക്കെയാണ് അർത്ഥം. അനിതി, നീ ചെല്ലണം. അൽ ഖൗമ അസ്സാലിമീൻ, ആരുടെ അടുക്കലേക്ക് ചെല്ലണം? അൽ ഖൗമ അസ്സാലിമീൻ, അക്രമികളായ ജനതയുടെ അരികിലേക്ക് ചെല്ലണം. ആ ജനതയെ പറയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അവരുടെ വിശേഷണ പറയുന്നത്. ആ ജനത ആരാണെന്ന് പിന്നെയാണ് പറയുന്നത്. അതിന് മുമ്പ് തന്നെ അള്ളാഹു പറയുന്നത് അവർ അക്രമികളായ ജനതയാണ്. അതവരുടെ ആ അക്രമത്തിൻ്റെ കടുപ്പത്തെയാണ് അറിയിക്കുന്നത്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ്റെ പല ഭാഗങ്ങളിലും അള്ളാഹു നമുക്ക് വിവരിച്ചു തന്നൊരു നബിയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിന് കാരണങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനവും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനവും ഒക്കെ ഒരുപാട് സാമ്യതകൾ ഉള്ളതാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 കൊല്ലം മക്കയിലും 10 കൊല്ലം മദീനയിലും ആണല്ലോ. അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ ഈ 10 കൊല്ലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യമായിട്ട് അഭിമുഖീകരിക്കേണ്ട ഒരു ടീം മദീനയിലെ ജൂതന്മാരാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധിതരായിരുന്ന ആളുകളുടെ പിൻഗാമികൾ. മദീനയിൽ 5 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. 2 അറബി ഗോത്രങ്ങളും 3 ജൂത ഗോത്രങ്ങളും. ഏതൊക്കെയാണ് ആ അറബി ഗോത്രങ്ങൾ? 1 അൽ ഔസ്, 2 അൽ ഖസ്റജ്. ഈ 2 ഗോത്രങ്ങളാണ് അറബി ഗോത്രങ്ങൾ. പിന്നെ 3 ജൂത ഗോത്രങ്ങളുണ്ട്. ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നദീർ. ഇങ്ങനെ 3 ജൂത ഗോത്രങ്ങളുമാണ് മദീനയിൽ ഉണ്ടായിരുന്നത്. ഇവരുമായിട്ട് നബിക്ക് കരാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ കരാറ് ലംഘിക്കുകയും അതിൻ്റെ പേരിൽ പിന്നീട് ഖൈബർ ഉണ്ടായി, പല യുദ്ധങ്ങളും ഉണ്ടായി. ബനു നദീറുകാരിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഉമ്മ സഫിയ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നതൊക്കെ. അപ്പോൾ ഏതായാലും ഈ ഗോത്രങ്ങളെ നേരിടുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പ്രബോധന ജീവിതം പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തെ പറ്റിയിട്ട് വളരെ വിശദമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു നാട്ടിൽ പ്രബോധനത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രബോധിതരെ പറ്റിയിട്ട് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്? എന്താണ് അവരോട് സംസാരിക്കേണ്ടത്?
അതാണ് യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹു അയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഇന്നക തഖ്ദമു അലാ ഖൗമി മിൻ അഹ്ലിൽ കിതാബ്, മുആദ് നീ പോകുന്നത് അഹ്ലുൽ കിതാബിൻ്റെ അടുക്കലേക്കാണ്. മക്കക്കാരോട് സംസാരിക്കുന്ന പോലെയല്ല അഹ്ലുൽ കിതാബുകാരോട് സംസാരിക്കേണ്ടത്. അവരോട് സംസാരിക്കേണ്ട ശൈലി വേറെയാണ്, വിഷയം വേറെയാണ്. ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു നജാഷിയുടെ കൊട്ടാരത്തിൽ വെച്ച് നടത്തുന്ന പ്രസംഗം അല്ലേ, നിങ്ങളെ ദീനിനെ പറ്റിയിട്ട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ മറിയം ബീവിനെ പറ്റിയിട്ടുള്ള ആയത്തുകളും ഈസാ നബിനെ പറ്റിയിട്ടുള്ള ആയത്തുകളും ഓതി കൊടുത്ത്. കാരണം നജാഷി ക്രിസ്ത്യാനിയാണ്, അപ്പോൾ അവരോട് സംസാരിക്കേണ്ട ഒരു വിഷയമുണ്ട്, ശൈലിയുണ്ട്. അപ്പോൾ അതറിയണം. അതൊക്കെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുപോലെ തന്നെ വലിയൊരു ജനതയിലേക്ക് അയക്കപ്പെട്ട റസൂലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നാളെ ആഖിറത്തിലെത്തുമ്പോൾ എല്ലാ നബിമാരും അവരുടെ ജനതയുടെ കൂടെ ആയിരിക്കും. അപ്പോൾ വലിയൊരു ടീമിനെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിക്കും ഇത് എൻ്റെ ഉമ്മത്താണ്. അപ്പോൾ അള്ളാഹു പറയുന്നതാണ് ഹാദാ മൂസ വ ഖൗമുഹു, അത് മൂസാ നബിയും അദ്ദേഹത്തിൻ്റെ ജനതയുമാണ്. അപ്പോൾ നമ്മുടെ ഉമ്മത്ത് പോലെ തന്നെ വലിയൊരു ജനതയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയും. അതുപോലെ തന്നെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് തൗറാത്താണ്. ആ തൗറാത്ത് നൽകപ്പെട്ടതും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. ഏതായാലും ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു വിളിച്ച സന്ദർഭമാണ് പറയുന്നത്. വ ഇദ് നാദാ റബ്ബുക മൂസ, നിൻ്റെ റബ്ബ് മൂസയെ വിളിച്ച സന്ദർഭം ഓർക്കുക. ഇതെപ്പോഴാണ് ഈ വിളി? മദീനയിൽ നിന്ന് മിസ്റിലേക്ക് തിരിച്ചു വരികയാണ്. കുടുംബത്തോടൊപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോരുകയാണ്. അവർക്ക് വഴി അറിയാത്തൊരവസ്ഥ വന്നു, കയ്യിൽ വെളിച്ചമില്ല. സൂറത്തു ത്വാഹയിൽ ആ ഭാഗം അള്ളാഹു പറയുന്നുണ്ട് അല്ലേ. ആയത്തെന്താണ്? ഇദ് റഅ നാറൻ ഫഖാല ലിഅഹ്ലിഹിം കുസൂ ഇന്നി ആനസ്തു നാറ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദാ. ഇപ്പോൾ നമുക്ക് വഴി അറിയില്ല, നമ്മുടെ കയ്യിൽ വെളിച്ചമില്ല, ഞാനൊരു വെളിച്ചം കണ്ടിട്ടുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഒന്നിരിക്കൽ നമുക്ക് അവിടുന്ന് വെളിച്ചം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വഴി പറഞ്ഞു തരുന്ന ഒരാളെ കണ്ടെത്താൻ പറ്റിയേക്കാം. ഖുർആൻ്റെ ഒരു ശൈലി അങ്ങനെയാണ്. ഒരു സൂറത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വേറെ സൂറത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ടാകും, എന്നാൽ ഇവിടെ പറഞ്ഞതായിരിക്കില്ല അവിടെ പറഞ്ഞിട്ടുണ്ടാവുക. ഒരാളുടെ ചരിത്രം ഒറ്റ സൂറത്തിൽ മാത്രമായിട്ടല്ല പറഞ്ഞിട്ടുണ്ടാവുക, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൂറത്ത് യൂസുഫ്, ആ സൂറത്തിലൂടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതം പൂർണ്ണമായിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. എന്നാൽ അതല്ലാത്തതും ഉണ്ടാകും. ഒരു സൂറത്തിൽ കുറച്ച് ഭാഗം ഉണ്ടാകും, വേറെ സൂറത്തിൽ കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവങ്ങൾ സൂറത്തു അൽ ബഖറയിലുണ്ട്, സൂറത്തുൽ കഹ്ഫിലുണ്ട്, സൂറത്തു ത്വാഹയിലുണ്ട്, സൂറത്തുൽ ഖസസിലുണ്ട്, സൂറത്തു ഗാഫിറിലുണ്ട്, സൂറത്തുൽ അറാഫിലുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പല പല ഭാഗങ്ങളിലായിട്ടാണുള്ളത്. അത് ഖുർആൻ്റെ ഒരു ശൈലി കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് അള്ളാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിളിച്ചു. അനി തിൽ ഖൗമ വാലിമീൻ, അക്രമികളായ ജനതയിലേക്ക് നീ ചെല്ലണമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു പറയുകയും ചെയ്തു. ഇവിടെ കൗമവാലിമീൻ, ബനു ഇസ്രായേലുകാരെ കൗമവാലിമീൻ എന്ന് പറയാനുള്ള കാരണം അവർ പ്രധാനമായിട്ട് ചെയ്തത് 2 ദുൽമുകളാണ്. ഒന്ന്, അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തു. ഫിർഔനാണ് റബ്ബ് എന്നത് അവർ അംഗീകരിച്ചു. അന റബ്ബുക്കുമുൽ അഅല എന്ന ഫിർഔൻ്റെ വാദം അവർ അംഗീകരിച്ചു. അപ്പോൾ ആ ജനത, ഫിർഔൻ്റെ ജനത, കിബ്തികൾ, അപ്പോൾ അവർ ചെയ്ത ഒന്നാമത്തെ അക്രമം ഫിർഔനാണ് റബ്ബ് എന്നുള്ള കാര്യം അവർ അംഗീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ അക്രമം എന്താണെന്ന് വെച്ചാൽ അവർ ആൺകുട്ടികളെ കശാപ്പ് ചെയ്തു. ബനു ഇസ്രായേലുകാരിൽ ജനിക്കുന്ന ആൺമക്കളെയൊക്കെ അവർ കൊന്നുകളഞ്ഞു, പെൺമക്കളെയൊക്കെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. അവരുടെ പെണ്ണുങ്ങളെ ജീവിക്കാൻ വിട്ടു, ആണുങ്ങളെ കൊന്നുകളയുകയും ചെയ്തു. കേട്ടില്ല? ഉസൈർ, അതെ, വക്കാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, അത് അവർ ചെയ്ത വേറൊരു അക്രമമാണ്. എന്തുകൊണ്ടാണ് ഫിറഔന് ഈ ആൺകുട്ടികളൊക്കെ കൊന്നു കളയാനുള്ള തീരുമാനം എടുത്തത്? അഹ്സൻതും, ഫിറൗനോട് ജ്യോത്സ്യം പറഞ്ഞതാണ്. ജ്യോത്സ്യന്മാർ, ഫിറൗൻ്റെ സൈന്യത്തിൽ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാരുണ്ട്, ജാലവിദ്യക്കാരുണ്ട്, ശക്തമായൊരു സൈന്യം കൂടുള്ള ആളാണ് ഫിറഔൻ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഫിറഔന ദിൽ ഔതാദ്, കുറ്റികളുടെ ആളായ ഫിറഔൻ. അവിടെ കുറ്റികൾ എന്നുള്ളതിന് ഫിറഔനിൻ്റെ അധികാരത്തിന് ബലം കൊടുക്കുന്ന സൈനികർ ഫിറൗനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. അപ്പോൾ ആ സൈന്യത്തിൽ എല്ലാവരും ഉണ്ട്, ജ്യോത്സ്യന്മാരുണ്ട്, ജാലവിദ്യക്കാരുണ്ട്, അതല്ലാത്ത സൈനികരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജ്യോത്സ്യന്മാർ ഫിറൗനോട് പറഞ്ഞു,
ഒരാൾ വരാനുണ്ട്, അയാൾ നിങ്ങളെ അധികാരമൊക്കെ തീരുമാനമാക്കി തരും, അപ്പോൾ അവരെ കൊന്നു കളയണം. അപ്പോൾ അവർ കൊന്നു കളയണം എന്ന് പറഞ്ഞപ്പോൾ തീരുമാനം എടുത്തു, ജനിക്കുന്ന ആൺകുട്ടികളൊക്കെ എന്ത് ചെയ്യണം, കശാപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഭരിക്കാൻ ആൾ വേണ്ടേ, രാജാവ് മാത്രം ഉണ്ടായാൽ പോരല്ലോ, പ്രജകൾ വേണമല്ലോ. അപ്പോൾ പിന്നെ അവരുടെ അടുത്തൊരു തന്ത്രം പറഞ്ഞു കൊടുത്തത്, ഒരു വർഷം ജനിക്കുന്ന കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, കൊന്നു കളയുക, അടുത്ത വർഷം ജനിക്കുന്ന കുട്ടികളെ വെറുതെ വിടുക. അപ്പോൾ ശരിക്ക് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജ്യേഷ്ഠനാണ് ഹാറൂൻ. ഹാറൂനെ ഫിറോൻ കൊന്നിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ജനിക്കുന്നതിൻ്റെ മുമ്പ് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ട്. കാരണം ഈ നിയമം പാസ്സാക്കുന്ന മുമ്പ് എന്തുണ്ട്, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ ഫിറൗന് കുട്ടികളെ കൊല്ലാത്ത വർഷത്തിലാണ് ആര് ജനിക്കുന്നത്, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമ ജനിക്കുന്നത് എന്നതുമാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ഒരു തീരുമാനമാണ് പിന്നെ എടുത്തത്. ഒരു വർഷം കുട്ടികളെ കൊല്ലും, ഒരു വർഷം കുട്ടികളെ കൊല്ലുകയില്ല. കാരണം ഭരിക്കാൻ ആൾ വേണം, നാട്ടിൽ ആൾക്കാരുണ്ടാവണം, അപ്പോഴാണല്ലോ ഭരിക്കാൻ ആളുണ്ടാവുക. സത്യം പറഞ്ഞാൽ ആ ഫിറൗൻ്റെ കൂട്ടരുടെ ബുദ്ധി പോലും നമ്മളെ നാട്ടിലുള്ള പുരോഗമനവാദികൾക്ക് ഇല്ല എന്നുള്ളതാണ്. നമുക്കൊന്നും മതി, നമുക്ക് തീരെ വേണ്ട. ശരിക്ക് പ്രസവിക്കുക, കുറേ കുട്ടികളുണ്ടാവുക എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജുൽ വദൂദൽ വലൂദ്, നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുകയും കുറേ പ്രസവിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുക എന്നാണ്. അന മുകാഫിറും ബിക്കുമുൽ അംബിയ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിനെ നോക്കിയിട്ട് ബാക്കിയുള്ള നബിമാരോട് ഞാൻ ഫഖ്ർ പറയും, എനിക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ദുൽമുകളാണ് ഖൗമദ്ദാലിമീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഒന്ന്, അവർ ശിർക്ക് ചെയ്തു. രണ്ടാമത്തൊരു കാര്യം, അവർ ബനു ഇസ്രായേൽക്കാരിൽ ജനിച്ച കുട്ടികളെ, ആൺകുട്ടികളെ കൊല്ലുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്നുള്ള. ഇല്ല, കിബ്തികൾ അവിടുത്തെ ഭരണവർഗ്ഗമാണ്. ഫിർഔൻ്റെ ടീമാണ് കിബ്തികൾ. ഇവർ അടക്കി ഭരിക്കുന്ന ബനു ഇസ്രായേൽക്കാരെയാണ്. കുറേ കാലം ബനു ഇസ്രായേൽക്കാരുടെ അടുക്കളയിലായിരുന്നു ഭരണം ഉണ്ടായിരുന്നത്. പിന്നെ ആ ഭരണം കിബ്തികൾ പിടിച്ചെടുത്തു. ആ കിബ്തികളുടെ കൂട്ടത്തിലെ ഭരണാധികാരിയാണ് ആര്, ഫിർഔൻ. ശരിക്കും ഫിർഔൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരല്ല. മിസ്ർ ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്ക് പൊതുവെ പറഞ്ഞിരുന്നൊരു പേരാണ് ഫിർഔൻ എന്നുള്ളത്. ഇപ്പോൾ നജാഷി അത് ഒരാളുടെ പേരല്ല, അത് ഹബ്ഷ ഭരിച്ചിരുന്ന, അബസീനിയ ഭരിച്ചിരുന്ന ഭരണാധികാരിക്ക് ഉള്ള സ്ഥാനപ്പേരാണ്. കിസ്റ, കൈസർ, റോമും പേർഷ്യയും ഭരിച്ചിരുന്ന രണ്ട് വ്യക്തികളല്ല, അതൊരു സ്ഥാനപ്പേരാണ്. ഇപ്പോൾ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി, അമേരിക്കൻ്റെ പ്രസിഡൻറ്റ് എന്നൊക്കെ പറയുമല്ലോ. അമേരിക്കൻ്റെ പ്രസിഡൻറ്റ് എന്നുള്ളതല്ലോ മൂപ്പരെ പേര്. ആ പ്രസിഡൻറ്റിനൊരു പേരുണ്ട്, ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിക്കൊരു പേരുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥാനപ്പേരാണ് ഫിറൗന്, കിസ്റ, കൈസർ, മുഖൗക്കിസ്, നജാഷി. ഇപ്പോൾ കഅബ തകർക്കാൻ വരുമ്പോൾ അബ്രഹത്ത് ആൾക്കാരെ കൂട്ടി വരുന്ന സമയത്ത് ഹബശ ഭരിച്ചിരുന്നൊരു നജാഷി ഉണ്ട്. ആ നജാഷി മുസ്ലിം അല്ല. ആ നജാഷിക്ക് ശേഷമാണ് മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഹിജ്റ പോകുന്നത്. ആ നജാഷിക്ക് വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്, മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചത്. ആ നജാഷിയുടെ പേര് അസ്ഹമ എന്നാണ്. അസ്ഹമ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറഞ്ഞ മയ്യിത്ത് ഒറ്റ തവണയാണ് നിസ്കരിച്ചത്. അത് ഈ നജാഷിക്ക് വേണ്ടിയിട്ടാണ്. ഹബ്ഷയിലെ രാജാവായിരുന്ന, ഭരണാധികാരിയായിരുന്ന നജാഷിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പിൽ മയ്യിത്തില്ലാതെ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ മുമ്പിൽ എന്തുണ്ടാവണം, മയ്യിത്ത് ഉണ്ടാവണം. ലോകത്ത് ആര് മരിച്ചാലും ഓർക്കൊക്കെ വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുക എന്നുള്ള രീതി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അങ്ങനത്തെ അഭിപ്രായങ്ങളുള്ള മദ്ഹബുകളുണ്ട്, പക്ഷേ അത് ശരിയായ അഭിപ്രായമല്ല. സൂക്ഷ്മമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ എന്ത് വേണം, മുമ്പിൽ മയ്യിത്ത് ഉണ്ടാവണം. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കാണുന്നൊരു രീതിയാണ്, കാർഡ് എഴുതിയിട്ട് കൊടുത്തയക്കും, ഇന്നാൾ മരിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മയ്യിത്ത് നിസ്കരിക്കണം. ആ രീതിയില്ല. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ സഹാബിമാർ നബിൻ്റെ കാലത്ത് തന്നെ മരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല. ഇപ്പോൾ കാർഡില്ല, ഇപ്പോൾ വാട്സപ്പാണ്. എന്നാൽ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യാം, മയ്യിത്ത് നിസ്കരിക്കുക. അത് വേറെ തന്നെ മസലയാണ്. ഒരാൾ മരിച്ച സമയത്ത് നമ്മൾ നാട്ടിലില്ല, പിന്നെ നമ്മൾ നാട്ടിൽ ചെന്നാൽ അവരുടെ ഖബറടുത്ത് ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കാം. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സംഭവങ്ങൾ ഒന്നിലധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നബിൻ്റെ പള്ളി അടിച്ചു വാരിയിരുന്ന പെണ്ണ്, അവർ മരിച്ച സമയത്ത് നബിയെ സ്വഹാബിമാരെ അറിയിച്ചിട്ടില്ല. അല്ലെ, നബിൻ്റെ കാലത്ത് നബിൻ്റെ കൂടെ ജീവിച്ച ഒരാൾ മരിച്ച വിവരം പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞിട്ടില്ല. പിന്നെയാണ് പറയുന്നത് ലോകത്ത് നടക്കുന്ന എല്ലാം
അള്ളാഹുവിൻ്റെ റസൂൽ അറിയും. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബറിൻ്റെ അരികിൽ പോയി നിസ്കരിച്ചതൊക്കെ നമുക്ക് കാണാനും പറ്റും. ഓക്കെ, അതിന് പ്രത്യേകിച്ചൊരു സമയപരിധി ഇല്ല. സമയപരിധി പറഞ്ഞവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1 മാസം വരെ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ നിസ്കരിച്ചത് കാണാൻ പറ്റും. പക്ഷേ ആ 1 മാസം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് നിസ്കരിച്ചതല്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്, അപ്പോൾ എന്ത് ചെയ്തു, അങ്ങനെ നിസ്കരിച്ചു എന്നുള്ളതാണ്. അതിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയൊക്കെ പറയുന്ന ഒരു അഭിപ്രായം എന്താ വെച്ചാൽ, ഒരാൾ മരിച്ചു, ആ മരിക്കുന്ന സമയത്ത് നമ്മൾ നിസ്കരിക്കുന്ന ഒരാളാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ആ പ്രായവും പക്വതയൊക്കെ എത്തിയ ഒരാളാണെങ്കിൽ നമുക്ക് അയാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാമെന്നാണ്. ഇപ്പോൾ ഒരു 30 കൊല്ലം മുമ്പ് ഒരാൾ മരിച്ചു, അപ്പോൾ 25 വയസ്സായ ഒരാൾ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റില്ല. കാരണം അയാൾ മരിക്കുന്ന സമയത്ത് ഇവൻ ജനിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പരിധി, പ്രായപരിധി സമയപരിധി ആ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 1 മാസം എന്നുള്ള പരിധി പറഞ്ഞവരൊക്കെ ഉണ്ട്. അല്ലാഹു അല സമയപരിധി ഇല്ല എന്നുള്ളതാണ് ശരിയായ അഭിപ്രായമായിട്ട് മനസ്സിലാകുന്നത്. 10ാമത്തെ ആയത്ത് ക്ലിയർ ആണോ? ഒന്ന് അതിൻ്റെ അർത്ഥം പറഞ്ഞു നോക്കി. വഇദ്, നീ ആ സന്ദർഭം ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അഭിസംബോധന. നാദാ, വിളിച്ചു, റബ്ബുക, നിൻ്റെ റബ്ബ്, മൂസ നബിയെ. എന്നിട്ട് എന്താ പറഞ്ഞത്? അനിത്തി, നീ ചെല്ലണം. അത്ത യത്തി എന്ന് പറഞ്ഞാൽ പോവുക, ചെല്ലുക എന്നൊക്കെയാണ് അർത്ഥം. ഇത്തി എന്നുള്ളത് കൽപ്പനയാണ്. അതെ, വന്നു എന്ന അർത്ഥമുണ്ട്. അത്ത എന്ന് പറഞ്ഞാൽ വന്നു എന്ന അർത്ഥമുണ്ട്. അത്ത അംറുല്ലാ. അനിത്തിൽ ഖൗമ അവ്വാലിമീൻ, ഖൗമ എന്ന് പറഞ്ഞാൽ ജനത, സംഘം. അവ്വാലിമീൻ, അക്രമികളായ. വാലിമുൻ എന്നതിൻ്റെ ബഹുവചനമാണ് വാലിമൂൻ. ഇവിടെ വാലിമീൻ എന്ന് പറയാൻ ഗ്രാമറിലുള്ള ചില നിയമങ്ങളാണ്, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഇനി 11ാമത്തെ ആയത്ത് നോക്കുക. ഖൗമ ഫിർഔന അലാ യത്തഖൂൻ. ഖൗമ ഫിർഔന അലാ യത്തഖൂൻ. ഇത് നേരത്തെ പറഞ്ഞ അൽ ഖൗമ വാലിമീൻ എന്ന് പറഞ്ഞല്ലോ, അവർക്കുള്ള ഒരു വിശദീകരണമാണ്. ആരാണ് ആ അക്രമികളായ ജനത? ഖൗമ ഫിർഔൻ, അവർ ഫിർഔനിൻ്റെ ജനതയാണ്. അവരുടെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ പറയണം, അലാ യത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ, അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന് നിങ്ങൾ പറയണം എന്നുള്ളതാണ്. ഈ തഖ്വ എന്നുള്ള കാര്യം എല്ലാ നബിമാരും അവരുടെ ജനതയോട് പറഞ്ഞൊരു സംഗതിയാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകണം. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? നമ്മൾ മലയാളത്തിൽ ഭയഭക്തി എന്നൊക്കെ പറയലുണ്ട് അല്ലേ? ശരിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നന്മ ചെയ്യുക, അള്ളാഹുവിൻ്റെ ശിക്ഷ പേടിച്ചുകൊണ്ട് ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, അതിനാണ് എന്ത് പറയുക? തഖ്വ എന്ന് പറയുക. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചിട്ടാണ് ആ നന്മ ചെയ്യുന്നത്, അതിനാണ് തഖ്വ എന്ന് പറയുക. വേറെ ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതിന് എന്ത് പറയൂല? തഖ്വ എന്ന് പറയൂല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കൂലി പ്രതീക്ഷിക്കണം. അപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിക്കുക, അങ്ങനെ പേടിച്ചിട്ട് ഒരു തെറ്റ് ഒഴിവാക്കുകയും ചെയ്യുക, അതിനാണ് തഖ്വ എന്ന് പറയുക. അപ്പോൾ എല്ലാ നന്മയും എന്താണ്? തഖ്വയാണ്. എല്ലാ നന്മയും തഖ്വയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞു, ഇദ് ഖാല ലഹും അഖൂഹും നൂഹുൻ അലാ തത്തഖൂൻ, ഇദ് ഖാല ലഹും അഖൂഹും ഹൂദുൻ അലാ തത്തഖൂൻ, ഇദ് ഖാല ലഹും അഖൂഹും സാലിഹുൻ അലാ തത്തഖൂൻ, ഇദ് ഖാല ലഹും അഖൂഹും ലൂത്തുൻ അലാ തത്തഖൂൻ, ഇദ് ഖാല ലഹും അഖൂഹും ശുഐബുൻ അലാ തത്തഖൂൻ. അവിടെ അഖൂഹു ഇല്ല, ഇദ് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ. അപ്പോൾ എല്ലാ നബിമാരും അവരുടെ ജനതയോട് പറഞ്ഞൊരു സംഗതിയാണ്, നിങ്ങൾ തഖ്വയുള്ളവർ ആകണം. ആ തഖ്വയുള്ളവരാകണം എന്നുള്ള ആഹ്വാനം തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും അള്ളാഹു ഫിറൗൻ്റെ അടുക്കൽ ചെന്ന് പറയാൻ ആവശ്യപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? 12ാമത്തെ ആയത്ത് നോക്കുക. ഖാല റബ്ബി ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ. قال رب إني أخاف أن يكذبون.
അപ്പോൾ ഈ ഒരു ദൗത്യം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു ഏൽപ്പിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചില കാരണങ്ങൾ പറയുകയാണ്. ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി, തീർച്ചയായും ഞാൻ, അഖാഫു, ഭയപ്പെടുന്നു, അല്ലെ ഞാൻ ഭയപ്പെടുന്നു. ഖാഫ യഖാഫു എന്ന് പറഞ്ഞാൽ പേടിക്കുക എന്നാണ് അർത്ഥം. പേടിക്കെന്താ അറബിയിൽ പറയാ? ഖൗഫ്, അല്ലേ? ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടിയാണ്. വേറെന്താണ് പേടിക്ക് പറയാൻ പറ്റിയ പദം? അഹ്സൻതും, ഖശിയത്തുൻ. ഖശിയത്തുൻ എന്ന് പറഞ്ഞാലും പേടിയാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവുള്ളവരാണ് അള്ളാഹുവിനെ ശരിക്ക് പേടിക്കുന്നവർ. അറിവുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ പേടിക്കുന്നത്. അവിടെ ഖശിയ യഖ്ഷ, അതും പേടിയാണ്. ഖാഫ യഖാഫു എന്ന് പറഞ്ഞാലും പേടി തന്നെയാണ്. ഈ രണ്ട് പേടിക്കും ഇടയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞ് കാണാൻ പറ്റും. ശരിക്കും ഖശിയത്ത് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടുള്ളൊരു പേടിയാണ്. അറിഞ്ഞുകൊണ്ടുള്ള പേടിക്കാണ് ഖശിയത്ത് എന്ന് പറയുക. അല്ലാത്ത പേടിക്കാണ്, സാധാരണ നിലക്കുള്ള പേടിക്കാണ് ഖൗഫ് എന്ന് പറയുക എന്ന് പറഞ്ഞവരുണ്ട്. അല്ല, രണ്ട് നിലക്ക് ഉപയോഗിക്കും. അറിഞ്ഞുകൊണ്ടുള്ള പേടിക്കും എന്തുപയോഗിക്കും? ഖൗഫ് എന്നും പ്രയോഗിക്കാർ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഖാല റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ. അവരെന്നെ വ്യാജവാക്കുമെന്ന്, കളവാക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. കദ്ദബ യുകദ്ദിബു എന്ന് പറഞ്ഞാൽ കളവാക്കുക. കദ്ദബ യുകദ്ദിബു, തക്ദീബ് എന്ന് പറഞ്ഞാൽ കളവാക്കുക എന്നാണ് അർത്ഥം. ഇവിടെ ശരിക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഈ ഒരു അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയോ റസൂലായി തിരഞ്ഞെടുത്തത് അംഗീകരിക്കാതിരിക്കുകയോ അല്ല ചെയ്യുന്നത്. മറിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള ഒരു ആശങ്ക, ഒരു പേടി അള്ളാഹുവിൻ്റെ മുമ്പിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശുക്രാൻ, ജസാക്കുമുല്ലാഹ്. അവിടെ ശരിക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ യുവത്വം ചെലവഴിച്ചത് മിസ്റിലാണല്ലോ. ബനു ഇസ്രായേൽക്കാർക്കിടയിലാണ്, കിബുത്തികൾക്ക് ഒപ്പമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കിബുത്തികളുടെ ശരിയായ സ്വഭാവം ആർക്കറിയാം? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയാം. അതുകൊണ്ടാണ് മൂസാ നബി പറഞ്ഞത്, ഇന്നി അഖാഫു അൻ യുകദ്ദിബൂൻ. അവർ വിശ്വസിക്കുകയില്ല, അവർ കളവാക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. 13-ാമത്തെ ആയത്ത് നോക്കുക. ചായ എടുക്കുന്നതിനിടയിൽ ഓതാൻ പറ്റുമോ? അല്ലാഹു അലം. അതിൽ കൃത്യമായിട്ടുള്ളൊരു കണക്ക് ഖുറാനോ ഹദീസോ പറഞ്ഞതായിട്ട് അറിയില്ല. ഏതായാലും എല്ലാം തികഞ്ഞൊരു യുവാവാകുന്നവരെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെ ഉണ്ടായിരുന്നു? കൊട്ടാരത്തിലുണ്ടായിരുന്നു. ആണല്ലോ, നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. ഒരു കുത്തു കൊടുത്തപ്പോത്തിന് മറ്റാൾ തീരുമാനമായി. ഫവഖസഹു മൂസ ഫഖദാ അലൈഹി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് തള്ളി മാറ്റാൻ ഒരു കുത്തു കൊടുത്തതാണ്. അതിൽ മൂപ്പര് തീരുമാനമായി. മലക്കുൽ മൗത്ത് വന്നപ്പോൾ അടിച്ച് കണ്ണൊക്കെ പൊട്ടിപ്പോയില്ലേ. അപ്പോൾ നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനായിരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രത്യേകിച്ച് എല്ലാം ഒത്തിണങ്ങിയ ഒരു ചെറുപ്പക്കാരനായതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? മിസ്ർ വിട്ട് പോകുന്നതൊക്കെ. ഇൻഷാ അല്ലാഹ് ആ ചരിത്രം നമുക്ക് വിശദമായിട്ട് ഈ സൂറത്തിൽ തന്നെ പറയാം. 13-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. وَيَضِيقُ صَدْرِي وَلَا يَنطَلِقُ لِسَانِي فَأَرْسِلْ إِلَى هَارُونَ. وَيَضِيقُ صَدْرِي وَلَا يَنطَلِقُ لِسَانِي فَأَرْسِلْ إِلَى هَارُونَ. ഇനി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ശേഷം വേറെയും കുറച്ച് കാരണങ്ങൾ അള്ളാഹുവിനോട് പറയുകയാണ്. വയദീഖു സദ്രി. എന്താ സദ്ർ എന്ന് പറഞ്ഞാൽ? ഹൃദയം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിനാണ് എന്ത് പറയുക? ശരിക്കും സദ്ർ എന്ന് പറയുക. അപ്പോൾ സദ്റുൽ കൗം എന്നൊക്കെ പറയുന്നുണ്ട് ലീഡർക്ക്. നമ്മളെ മദ്രസയിലെ സദ്ർ ഉസ്താദ് എന്ന് പറയില്ലേ? എന്താ സദ്ർ മുഅല്ലിം എന്ന് പറഞ്ഞാൽ മദ്രസൻ്റെ നെഞ്ച് എന്നാ? അല്ല, മദ്രസൻ്റെ ഏറ്റവും കാര്യപ്പെട്ട ആൾ. അപ്പോൾ
അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് സദ്ർ, ഹൃദയം ആണ്. സദ്ർ വയദീഖു സദ്രി, എൻ്റെ ഹൃദയം മനസ്സ് ഇടുങ്ങിപ്പോയേക്കാം. വാക്ക യദീഖു എന്ന് പറഞ്ഞാൽ ഇടുങ്ങുക എന്നാണ് അർത്ഥം. ദീഖുൻ എന്ന് പറഞ്ഞാൽ ഇടുക്കം, വൈക്കുൻ അല്ലെങ്കിൽ ദീഖുൻ രണ്ടും പറയാം, ഇടുക്കം. വയദീഖു സദ്രി, എൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോയേക്കാം, എൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോയേക്കാം. വാക്ക സൗബുഹു എന്നൊക്കെ പറയലുണ്ട്. നമുക്കൊരു കുപ്പായം ഇടുങ്ങി നമുക്ക് കൊള്ളുന്നില്ലെങ്കിൽ അതിന് വാക്ക സൗബുഹു എന്ന് പറയലുണ്ട്. അതുപോലെ തന്നെ സമയമില്ലെങ്കിൽ, സമയം തീരാനായിട്ടുണ്ടെങ്കിൽ വാക്കൽ വക്ത് എന്ന് പറയലുണ്ട്. സമയം തീരാനായി, നിങ്ങൾ പ്രസംഗം നിർത്തിക്കോളി, ക്ലാസ് നിർത്തിക്കോളി, സമയം തീരാനായിട്ടുണ്ട്. അതുപോലെ വാക്ക സദറുഹു, വെറുതെ പറഞ്ഞ സമയം തീർന്നിട്ടില്ല. അത് ശരിയാ തന്നെ. ഇൻഷാ പറയണ്ടില്ലായിരുന്നു. ഇൻഷാ ഖൈർ, ബാറക്കല്ലാ, പോയിട്ട് വരും ഇൻഷാ. എന്തായാലും അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ ലക്ഷ്യം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. പറയും ലീക്ക് എന്നുള്ള ജീവിതത്തിലെ ഇടങ്ങറുകൾക്കൊക്കെ എന്താ പറയും, ലീക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏതായാലും വയദീഖു സദ്രി, എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ് ഇടുങ്ങിപ്പോയേക്കും. വലാ യൻതലിഖു ലിസാനി, എൻ്റെ നാവിനൊരു ഓട്ടം ഉണ്ടാവുകയില്ല, ഒരു ഒഴുക്കുണ്ടാവുകയില്ല. തൽക്കുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുക്കിൽ സംസാരിക്കുന്നതിനാണ് പറയുക, തൽക്കുൽ ലിസാൻ. വലാ യൻതലിഖു ലിസാനി, എൻ്റെ നാവിന് ഒരു ഒഴുക്കുണ്ടാവുകയില്ല, നാവോട്ടം ഉണ്ടാവുകയില്ല. ഫഅർസിൽ, അതുകൊണ്ട് നീ അയക്കണം. അർസല യുർസിലു എന്ന് പറഞ്ഞാൽ അയക്കുക, അതാണ് മുർസിൽ. മുർസിലു എന്ന് പറഞ്ഞാൽ അയക്കുന്നവൻ, മുർസലു എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് നബിമാർക്ക് എന്ത് പറയുന്നത്, മുർസൽ എന്ന് പറയുന്നത്. മുർസലീൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവർ, മുർസലൂൻ. ഫഅർസിൽ ഇലാ ഹാറൂൻ, ആരിലേക്ക് അയക്കണം, ഹാറൂനിലേക്ക് കൂടി അയക്കണം. എനിക്ക് വന്ന വഹി ആർക്ക് കൂടി ചെല്ലണം, ഹാറൂനിലേക്ക് കൂടി ചെല്ലണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ലോകത്ത് ഒരു സഹോദരന് ഏറ്റവും വലിയ സമ്മാനം കൊടുത്ത സഹോദരനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം റിസാലത്താണ് വാങ്ങിക്കൊടുത്തത്, നുബുവത്ത്, നബിയായി തിരഞ്ഞെടുക്കാനാണ് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുള്ളത്. അത് ചെറിയൊരു സംഗതിയല്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ശരിക്ക് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വാങ്ങിക്കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു നന്മ കിട്ടുമ്പോൾ ശരിക്കും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ സജസ്റ്റ് ചെയ്യുന്നത് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. മൂസാ നബിക്ക് വേറെ ആൾക്കാരെ പറയാലോ, പക്ഷേ ഒരു നന്മ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ സഹോദരന് കിട്ടട്ടെ എന്നാണ് ആരാഗ്രഹിച്ചത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആഗ്രഹിച്ചത്. നമ്മൾ നേരെ തിരിച്ചാണ്, ആർക്ക് കിട്ടിയാലും ഓനക്ക് കിട്ടരുത് അല്ലേ. അപ്പോൾ ആ ഒരു മനസ്സ്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അർഹത ഉള്ളവർ നമ്മളെ കുടുംബക്കാരാണ്, നമ്മുടെ അടുത്ത ബന്ധുക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സക്കാത്തിനെ പറ്റിയിട്ടൊക്കെ സ്വതക്കനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വർണത്തിൻ്റെ സക്കാത്ത് സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പെണ്ണുങ്ങളാണ് സൈനബ് റളിയല്ലാഹു അൻഹ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന വവലദി, ഞാനും എൻ്റെ കുട്ടിയാണ് എൻ്റെ സക്കാത്തിന് ഏറ്റവും അർഹത ഉള്ള ആൾ. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹു കൺഫ്യൂഷൻ, എൻ്റെ സക്കാത്ത് എൻ്റെ പുതിയാപ്പിളക്ക് കൊടുക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു, ഞാനിങ്ങനെ സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നബിയെ, എൻ്റെ സ്വതക്ക ഇബ്നു മസ്ഊദിന് കൊടുക്കാൻ പറ്റുമോ? ഇബ്നു മസ്ഊദാണ് അതിന് ഏറ്റവും അർഹൻ, എൻ്റെ മകനാണ് അതിന് ഏറ്റവും അർഹൻ എന്ന് ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ച് കൊടുക്കുക ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വതക്ക. ഇബ്നു മസ്ഊദ് പറഞ്ഞത് സത്യമാണ്, നിങ്ങളുടെ സ്വതക്കയ്ക്ക് ഏറ്റവും അർഹത ഉള്ളത് ഇബ്നു മസ്ഊദിനും ഇബ്നു മസ്ഊദിൻ്റെ മകനുമാണ്, നിങ്ങളുടെ മകനുമാണ് എന്ന് സൈനബ് റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു പെണ്ണിന് അവരുടെ സക്കാത്ത് ആർക്ക് കൊടുക്കാം? ഭർത്താവിന് കൊടുക്കാം. ഭർത്താവ് സക്കാത്തിൻ്റെ അവകാശിയായിരിക്കണം. ഭർത്താവ് സക്കാത്തിൻ്റെ അവകാശികളിൽ പെട്ട ആളാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ സക്കാത്ത് ആർക്ക് കൊടുക്കാം? ഭർത്താവിന് കൊടുക്കാം. ഭർത്താവിൻ്റെ സക്കാത്ത് ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. ഭാര്യ എന്നുള്ളത് ഭർത്താവ് നിർബന്ധമായിട്ടും ചിലവിന് കൊടുക്കേണ്ട ആളാണ്.
ഭർത്താവിന് ചിലവിന് കൊടുക്കുക എന്നുള്ള നിർബന്ധ ബാധ്യത ആർക്കില്ല? ഭാര്യയ്ക്കില്ല. ഓളെടുത്ത് 1,00,000 സാലറി ഉണ്ട്, നമുക്ക് 50,000 റുപ്യ ഉള്ളൂ, എന്നാലും ഓളെ പൈസ എടുക്കാൻ നമുക്ക് അനുവാദം. കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തികമായ ചിലവ് നിർബന്ധമായ നിലക്ക് എന്ത് ചെയ്തിട്ടില്ല? ഇസ്ലാം ഒരു പെണ്ണിനെ ഏൽപ്പിച്ചിട്ടില്ല. എന്നാലും ഇവർ പറയും എനിക്കും ആളെ 2 ഓഹരി, ആണുങ്ങൾക്ക് 2 ഓഹരി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 ഓഹരി വേണമെന്നാണ്. അപ്പോൾ ഏതായാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു മനസ്സ് നമ്മൾ ചിന്തിക്കുക. എനിക്കൊരു നന്മ കിട്ടുന്നുണ്ടെങ്കിൽ ആ നന്മ എൻ്റെ സഹോദരന് കൂടി കിട്ടട്ടെ എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു പ്രബോധകൻ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ 2 ക്വാളിറ്റികൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ പരാമർശത്തിലുണ്ട്. ഒന്ന്, ഹൃദയത്തിൻ്റെ ഇടുക്കം, അത് പാടില്ല. ദഅവ ചെയ്യുന്ന ഒരാൾക്ക്, പ്രബോധനം ചെയ്യുന്ന ഒരാൾക്ക് ഹൃദയവിശാലത എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞല്ലോ, അലം നശ്റഹ് ലക സദ്റക്, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളുടെ ഹൃദയം നാം വിശാലമാക്കി തന്നിരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന, ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി, എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണം. കാരണം പ്രബോധനത്തിറങ്ങുമ്പോൾ പല തരത്തിലുള്ള ടീം മുമ്പിലുണ്ടാകും, പല നിലപാടുകളുള്ളവർ, പല രീതികളുള്ളവർ. അപ്പോൾ അവരൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് വേണം, ഹൃദയവിശാലത വേണം. രണ്ടാമത്തെ ഒരു കാര്യമാണ് നല്ല ഒരു നാവ്, ഒഴുക്കുള്ള ഒരു സംസാരം. പ്രബോധകൻ എന്താണ്? അനിവാര്യമാണ്, ആവശ്യമാണ്. അതില്ല എങ്കിൽ പ്രബോധനം ഇടങ്ങറാൻ. ഇപ്പോൾ ഒരാൾ വലിയ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അയാൾ പറഞ്ഞു, അതാ നോക്കൂ പാടത്തൊരു പശു എന്ന് പറഞ്ഞാൽ അയാളുടെ കോട്ടിൻ്റെ സ്യൂട്ടിൻ്റെ പൈസ പോയില്ലേ? ഇയാൾ എന്ത് പ്രസംഗമാണിത്? അപ്പോൾ ഭാഷ, സംസാരം, നാവിൻ്റെ ഒരു ഒഴുക്ക്, അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അതാണ് ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, വല യൻതലിഖു ലിസാനി, എൻ്റെ നാവ് ഒഴുക്കുള്ളതാവുകയില്ല. അതുകൊണ്ടുകൂടിയാണ് അതെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംസാരത്തിൽ ഒരു കെട്ടിക്കുടുക്ക് ഉണ്ടായിരുന്നു. അതെ, വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിലുണ്ട്. അതിൻ്റെ കാരണം കൂടി പറയുന്നുണ്ട്, യഫ്ഖഹു ഖൗലി, അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകണം. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ കെട്ടിക്കുടുക്ക് എങ്ങനെയാണ് വന്നതിലുള്ള പല അഭിപ്രായങ്ങൾ നമുക്ക് തഫ്സീറുകൾ കാണാൻ പറ്റും. ചെറുപ്പത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു തീക്കനൽ വായിൽ വെച്ചതാണ്, അങ്ങനെയാണ് ആ സംസാരശേഷി അങ്ങനെ ആകുന്നത് എന്നുള്ളൊക്കെ അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. പക്ഷെ അതിനൊന്നും എന്തില്ല, അടിസ്ഥാനമില്ല, സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെ അതൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അപ്പം അത് നമ്മൾ അറിയേണ്ട ഒരു സംഗതി ആയിരുന്നുവെങ്കിൽ അള്ളാഹു നമുക്കത് പറഞ്ഞു തരുമായിരുന്നു. അത് അറിയുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുമായിരുന്നെങ്കിൽ അള്ളാഹു നമുക്ക് തീർച്ചയായിട്ടും അത് അറിയിച്ചു തരുമായിരുന്നു. നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അപ്പം നമ്മൾ ഇത്ര മനസ്സിലാക്കി വെക്കുക, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ സംസാരിക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്, അത് ക്ലിയർ ആകാത്തൊരു വിഷയമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഒരു സഹായിയായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കൂടെ കൂട്ടുന്നത്. ഇവിടെ അള്ളാഹു പറഞ്ഞെടുത്ത് നമ്മൾ നിന്നാൽ മതി. അള്ളാഹു പറയാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ ഗഹനമായിട്ടുള്ള ചർച്ചകളൊന്നും നടത്താൻ നമ്മൾ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കര സംഭവമായിട്ട് ചോദിക്കുകയാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പൽ, ആ കപ്പൽ ഉണ്ടാക്കിയത് ഏത് മരം കൊണ്ടാണ്? അസ്ഹാബുൽ കഹ്ഫിൻ്റെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നല്ലോ, ആ നായൻ്റെ പേരെന്താണ്? അതിൻ്റെ നിറം എന്താണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായിട്ട് കാല് കുത്തിയത് എവിടെയാണ്? നമ്മളെ ജിദ്ദയിലാണെന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട്. ആദം നബി ആദ്യമായിട്ട് കാല് കുത്തിയത്, ഹവ്വാ ബീവി ആദ്യമായിട്ട് കാല് കുത്തിയത് ജിദ്ദയിലാണെന്നുള്ള അഭിപ്രായം. ജദ്ദ എന്നുള്ളതാണ് ജിദ്ദ ആയതല്ലേ. അപ്പോൾ അങ്ങനത്തെ വെറുതെ ഹിളർ അലൈഹി സ്വലാത്തു വസ്സലാമ മതിലുണ്ടാക്കി കൊടുത്തു. ആ മതിൽ മണ്ണുകൊണ്ടുള്ള മതിലാണോ കല്ലുകൊണ്ടുള്ള മതിലാണോ? ഒരാവശ്യമില്ലാത്ത പല അഭിപ്രായങ്ങൾ. ശ്രീലങ്കയിലാണ്, സിലോണിലാണ്. അപ്പോൾ ഏതായാലും അങ്ങനത്തെ ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുക, പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അതല്ലാത്ത വിഷയങ്ങൾ കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യം ഇല്ല. അത് നമ്മൾ അറിയേണ്ടതായിരുന്നെങ്കിൽ അള്ളാഹു പറഞ്ഞു തരും. മൂസാ നബിൻ്റെ നാവിന് എന്താണ് പറ്റിയെന്ന് നമ്മൾ അറിഞ്ഞതുകൊണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചമുണ്ടെങ്കിൽ അള്ളാഹു അത് നമുക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഓക്കെ, 13-ാമത്തെ ആയത്ത് ഓക്കെയാണോ? വയദീഖു സദ്രി,
എൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോയേക്കാം. വലാ യൻതലിഖു ലിസാനി, എൻ്റെ നാവ് ഒഴുക്കുള്ളതാവുകയില്ല. ലിസാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അറബി ഭാഷയിൽ നാവ് എന്ന അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ഭാഷ എന്ന അർത്ഥവുമുണ്ട്. ഇപ്പോൾ സൂറത്തു ഇബ്രാഹിമിലെ 4-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി. ആ ജനതയുടെ നാവ് കൊണ്ട് എന്നാണ് അർത്ഥം, അല്ല ആ ജനതയുടെ ഭാഷയിലായിക്കൊണ്ടല്ലാതെ നാം എന്ത് ചെയ്തിട്ടില്ല, ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. അപ്പോൾ ഓരോ റസൂലിനെയും അയക്കുമ്പോൾ ആ ജനത സംസാരിക്കുന്ന ഭാഷയിലാണ് എന്ത് ചെയ്യുക, അവരയക്കുക. ഈ ആയത്ത് വെച്ചിട്ടാണ് ഉമർ മൗലവി റഹിമഹുല്ലാഹു തആല പറയുന്നത്, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി കള്ളപ്രവാചകനാണെന്നുള്ളതിന് നമ്മൾ കുറേ തെളിവുകളൊന്നും തേടി പോകേണ്ട കാര്യമില്ല. കാരണം ഇയാൾ പഞ്ചാബുകാരനാണ്. ഇയാൾക്ക് ആദ്യകാലത്തൊക്കെ വഹി ഇറങ്ങിയത് ഫുള്ള് ഇംഗ്ലീഷിലാണ്. പിന്നെയാണ് മൂപ്പർക്ക് അമളി മനസ്സിലാകുന്നത്. പിന്നെ വഹീൻ്റെ ഭാഷ മാറി. അപ്പം ശരിക്കും ഒരു ജനതയിലേക്ക് ഒരു റസൂലിനെ അയക്കുമ്പോൾ അള്ളാഹു ആ ജനത സംസാരിക്കുന്ന ഭാഷയിലാണ് എന്ത് ചെയ്യുക, അയക്കുക. അപ്പോൾ ലിസാൻ എന്ന് പറഞ്ഞാൽ ഭാഷ എന്നും അർത്ഥമുണ്ട്, നാവ് എന്നും അർത്ഥമുണ്ട്. ഫഅർസിൽ ഇലാ ഹാറൂൻ, അതുകൊണ്ട് അള്ളാഹുവെ നീ ഹാറൂനിലേക്ക് കൂടി അയക്കണം എന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇവിടെ അള്ളാഹുവിനോട് പറയുന്നത്. അള്ളാഹുവിനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അപേക്ഷയാണ്, പ്രാർത്ഥനയാണ് അത്. ഇനി ആ ആയത്ത് നമുക്ക് കിട്ടുന്നൊരു തെളിവാണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹു തആലയൊക്കെ പറയുന്നുണ്ട്, ഒരാളെ കൊണ്ട് ഒറ്റക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എങ്കിൽ അതിനൊരാളെ സഹായത്തിന് വിളിക്കുക എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്തൊരു ദൗത്യത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്, ഒരാളെ കൂടി കൂടെ കൂട്ടുകയാണ്. ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടി സഹായം തേടുകയാണ്. അതിലൊരു കുറവുമില്ല, അതൊരു മോശമായ കാര്യമേ അല്ല. നമുക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്തത് രണ്ടാൾക്ക് ചെയ്യാൻ പറ്റും, രണ്ടാൾക്ക് കഴിയാത്തത് നാലാൾക്ക് പറ്റും, നാലാൾക്ക് കഴിയാത്തത് 8 ആൾക്ക് പറ്റും. എല്ലാവർക്കും ഒരേ കഴിവായിരിക്കില്ല, എല്ലാവരുടെ കഴിവിലും എന്തുണ്ടാകും, വ്യത്യാസം ഉണ്ടാകും. ഇസ്ലാമിൻ്റെ ദഅവ ചരിത്രം നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിൻ്റെ പ്രബോധനം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരാളുടെ പ്രസംഗം മാത്രമല്ല. സാബിത്ത് ഇബ്നു ഖൈസിൻ്റെ പ്രസംഗം, അബൂ ഹുറൈറയുടെ ഹിഫ്ള്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്ത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ കച്ചവടം, ഉമർ എന്ന മനുഷ്യൻ്റെ സാന്നിധ്യം പോലും ഇസ്ലാമിന് കരുത്തായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ലീഡർഷിപ്പ്, മുആദ് ബിൻ ജബലിൻ്റെ ഇൽമ്, ഉബയ് ഇബ്നു കഅബിൻ്റെ ഖുർആനിലുള്ള കഴിവ്, ഇതെല്ലാം കൂടിയതാണ്. ഹസ്സാൻ്റെ കവിത, എല്ലാം കൂടിയതാണ് ഇസ്ലാമിൻ്റെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കൂടെ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൂട്ടുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠമാണ്, ഒരാൾക്ക് ഒറ്റക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂല എങ്കിൽ അയാൾ എന്ത് ചെയ്യുക, വേറൊരാളെ കൂടെ കൂട്ടുക. അതൊരു ന്യൂനത ഒന്നുമല്ല, ഒരു കുറവൊന്നും അല്ല എന്നുകൂടി ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു അലം. അടുത്ത ആയത്തും കൂടി എടുക്കണോ, അതോടെ നിർത്തണോ? മീറ്റിംഗ് ഉണ്ടല്ലോ അല്ലേ. പക്ഷേ തൽക്കാലം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബാക്കി ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാം ഇൻഷാ അല്ലാഹ്. കേട്ടില്ല? അടുത്ത ആയത്തും കുറച്ച് ആയത്തുകൾ ഇനി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തെ പറ്റിയിട്ട് തന്നെയാണ്. അതെ, അടുത്ത കാരണമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഖുറാനിൽ തീർച്ചയായിട്ടും പിടിക്കാം. അഥവാ നമ്മൾ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചത് ഒരേ ഒരു സംഭവത്തിലാണ്. അത് ഈ നജാഷി രാജാവിൻ്റെ സംഭവമാണ്. ഈ സംഭവത്തിൽ നിന്ന് തന്നെയാണ് എല്ലാവരും തെളിവെടുത്തിട്ടുള്ളത്. ലോകത്ത് ആര് എവിടെ വെച്ച് മരിച്ചാലും അവർക്ക് വേണ്ടിയിട്ടൊക്കെ മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളതിനുള്ള തെളിവ് എന്താണ്? നജാഷി രാജാവിൻ്റെ ഈ സംഭവമാണ്. അതല്ല, ഈ പ്രധാനമായിട്ട് ഈ വിഷയത്തിൽ 3 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ലോകത്ത് ആര് എവിടെ വെച്ച് മരിച്ചാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരാൾക്ക് മയ്യത്ത് നിസ്കരിക്കാം, മയ്യത്ത് മുമ്പിൽ ഉണ്ടാവണം എന്നില്ല. ഇതാണ് ഒരഭിപ്രായം. അല്ലാഹു അല ഷാഫി മദബിലൊക്കെ അഭിപ്രായം അതായിട്ടാണ് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ മരിച്ച ആൾ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങളൊക്കെ ചെയ്ത ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ വലിയൊരു പണ്ഡിതനൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതെവിടെ ചെയ്യാറുണ്ട്, ഇവിടെ നിർവഹിക്കാറുണ്ട്. മൂന്നാമത്തൊരു അഭിപ്രായം,
ഈ മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് അയാളുടെ നാട്ടിൽ ആരും മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് കുറച്ചും കൂടി സൂക്ഷ്മമായ അഭിപ്രായം. നജാഷിയുടെ വിഷയത്തിൽ അതാണ് കാരണം എന്ന് അറിയിക്കുന്ന സൂചനകൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സഹോദരൻ ഹബശയിൽ വെച്ച് മരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിലല്ലാത്തൊരു നാട്ടിൽ. അപ്പോൾ ഇവിടെ നാട്ടിലാണെങ്കിൽ നിസ്കരിക്കാൻ ആൾക്കാരുണ്ട്, നമ്മുടെ നാട്ടിലല്ലാത്തതുകൊണ്ട് അവിടെ നിസ്കരിക്കാൻ ആളില്ല എന്നുള്ള ആൾക്കൊരു സൂചന ഹദീസിൽ വന്നത് കാണാൻ പറ്റും. ഏതായാലും സൂക്ഷ്മമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടി വലിയ സേവനങ്ങളൊക്കെ ചെയ്ത ഒരാളാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മയ്യത്ത് നിസ്കരിക്കാം. അതല്ല എങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ നാട്ടിൽ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് മയ്യത്ത് നിസ്കരിക്കാം. അതല്ലാതെ ലോകത്ത് ആര് എവിടെ വെച്ച് മരിച്ചാലും അവർക്കൊക്കെ വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ള അഭിപ്രായം ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു രീതി കാണിച്ചു തന്നിട്ടില്ല. അവർക്കും തെളിവ് തന്നെയാണ്, നജാഷി രാജാവിൻ്റെ ഈ ഒരു സംഭവം തന്നെയാണ് അവർക്കുള്ള തെളിവ്. അല്ലാഹു അലം. എന്തുകൊണ്ട് ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമ കൊല്ലപ്പെട്ടില്ല? ഒന്നിടവട്ട വർഷങ്ങളിലാണ് ഫിറൗൻ ഈ നിയമം നടപ്പാക്കിയത്. അപ്പോൾ കുട്ടികളെ കൊല്ലാത്ത വർഷത്തിലാണ് ആര് ജനിക്കുന്നത്? ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമ ജനിക്കുന്നത്. കുടുംബബന്ധമുള്ളവർക്ക് സക്കാത്ത് കൊടുത്താൽ 2 നേട്ടങ്ങളുണ്ട്. ഒന്നെന്താ? ഒന്നാം സക്കാത്ത് വീടും, രണ്ടാമത്തത് കുടുംബബന്ധം ചേർക്കലും ആണ്. ഓക്കെ, അല്ലാഹു അലം. തൽക്കാലം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഭാഗങ്ങളൊന്ന് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. وَإِذْ نَادَى رَبُّكَ مُوسَىٰ أَنِ ائْتِ الْقَوْمَ الظَّالِمِينَ قوم فرعون ألا يتقون قال رب إني أخاف أن يكذبون ويضيق صدري ولا ينطلق لساني فأرسل إلى هارون ശുക്രാൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അള്ളാഹു ഈ ഒരു പരിശ്രമം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഈ ഒരു കൂടിയിരുത്തത്തിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ഇതൊക്കെയാണ് നമുക്ക് ബാക്കിയാവുക. വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബ വ ഖൈറുൻ അമല. അപ്പോൾ ആ നന്മകളിൽ നമ്മളെപ്പോഴും മത്സരിക്കുക, മുന്നേറുക. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.